എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സീതാദേവി. ഞാൻ ചെന്നൈയിലാണ്. ഇപ്പോൾ ഞാൻ ഇന്നൊരു പുതു ഡിഷോടെയാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ വെജിറ്റബിൾ ബിരിയാണി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും. ഇപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങളാണ് ആവശ്യമെന്ന് കാണിക്കാം. ഇത് ഒരു കഷ്ണം കറുവാപ്പട്ട, ബിരിയാണി ഇല, ഗ്രാമ്പ്, പച്ചമുളക്, ചെറുതായി നുറുക്കി വെച്ച ഉള്ളി, പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഏലക്ക അരച്ച് വെച്ച പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, തൈര്, തക്കാളി, മീൽ മേക്കർ, ബീൻസ്, ക്യാരറ്റ്, നൂക്കൽ. ഇത് നൂക്കൽ പറഞ്ഞൊരു വെജിറ്റബിളാണ്. ഇതാണ് ആ സാധനം. ഇതാണ് ഇത് നുറുക്കി വെച്ചിരിക്കുന്നത്. ഇത് ഷുഗർ പേഷ്യൻറ്റിന് വളരെ നല്ലതാണ്. ഷുഗർ കൺട്രോൾ ചെയ്യും ഇത് ഡെയിലി കഴിച്ചാൽ. പിന്നെ ഇത് പച്ചപ്പട്ടാണി, പുതിന ഇല, ഉപ്പ്, 2 ഗ്ലാസ് അരി, പിന്നെ സൺഫ്ലവർ ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കാമെന്ന് കാണിക്കട്ടെ. ശരി, ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചു. ഇനി കുക്കർ എടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കാം. ശരിയാ? അതിൽ ബിരിയാണി ഉണ്ടാക്കാനുള്ള എണ്ണ ഒഴിക്കണം. സൺഫ്ലവർ ഓയിൽ. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാധനങ്ങൾ ഒന്നൊന്നായിട്ട് ഇടാം എണ്ണയിലേക്ക്. ആദ്യം കറുവാപ്പട്ട ഒരു പീസ്, ബിരിയാണി ഇല, കുറച്ച് ഗ്രാമ്പ്, പച്ചമുളക്, ഇത് പെരുംജീരകം, അത് ഗ്രാമ്പ് എണ്ണയിൽ കിട്ടാൻ പൊട്ടിത്തെറിക്കുക. അതാ എൻ്റെ മുഖത്തേക്ക് വന്നു. സാരില്ല. ഇനി ഉള്ളി ഇടുക. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയാണ് ഇതിടുക. ഉള്ളി ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇത് വെളുത്തുള്ളി, ഇഞ്ചി, ഏലക്ക അരച്ച് വെച്ച പേസ്റ്റാണ്. ഇത് ഒഴിക്കുക. ഇത് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വിടുക. ഇതിലേക്ക് തക്കാളി ഇടുക. തക്കാളി ചേർക്കാം. തക്കാളി ഇട്ട് കഴിഞ്ഞു. ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ ആൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു ലേശം മുളക് പൊടി ഇടാം, ഒരു കളറിന് വേണ്ടി. ഇത് ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ ഇടാം. 1/2 സ്പൂണായാലും മതി. ഇതെല്ലാം ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വറുക്കാം. ഇതിൽ വേറെ ഒരു സാധനം കൂടെ ചേർക്കാം. എന്താണെന്നറിയോ? ഒരു 1/2 ചെറുനാരങ്ങയുടെ നീര്. ഈ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ 1 സ്പൂണ് തൈര് അത് ഒഴിക്കാം. അപ്പം എൻ്റെ അടുത്ത് ചെറുനാരങ്ങ കഴിഞ്ഞിരിക്കണം. അതിനാൽ ഞാൻ കുറച്ച് തൈര് ഒഴിക്കാൻ പറ്റും. ഇതൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഒഴിക്കണം തൈര്. ചെറുനാരങ്ങ നീര് ഒഴിച്ചാലും മതി. അതാണെങ്കിൽ പിന്നെ തൈരിൻ്റെ ആവശ്യമില്ല.
മസാല ഒന്ന് എല്ലാം കൂടി ഒന്ന് ചേരട്ടെ. ഇപ്പം കണ്ടോ, എണ്ണ നല്ല തിളച്ച് മേലെ വരുന്നുണ്ട്. കണ്ടോ, തെളിഞ്ഞ് വരുന്നുണ്ട് എണ്ണ, കാണാല്ലേ? ഈ സമയത്തിൽ പുതിനയുടെ ഇല നമുക്ക് ഇടാം. പുതിന ഇല ഈ ഇലയൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് കായ്കറികൾ ഓരോന്നായിട്ട് ഇതിലേക്കിടാം. ബീൻസ്, ക്യാരറ്റ്, മീൽ മേക്കർ. ഇത് ബിരിയാണി ഉണ്ടാക്കണതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് അപ്പം നല്ല കുതിർന്ന് വരും അത്. എന്നിട്ട് ഒരു മീൽ മേക്കറിനെ 2 പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക, പിഴിഞ്ഞെടുത്തിട്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നൂക്കൽ. ഇത് പച്ച പട്ടാണി. എൻ്റെ മസാലയും ഇതിലിട്ട കായ്കറിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ശരിയാ, കണ്ടോ, എല്ലാം ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം. ഞാൻ 2 ഗ്ലാസ് അരിയിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. 2 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം വെക്കണം. ഇതാണ് ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. ഇതിൽ 5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കണം. ഈ 5 ഗ്ലാസിൻ്റെ കണക്ക് എന്താണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് അരിയല്ലേ, ആ 2 2 4 ഡബിൾ 4 ഗ്ലാസ്, 1 ഗ്ലാസ് എക്സ്ട്രാ ഈ കായ്കറിയെല്ലാം വേകാൻ വേണ്ടിയിട്ട്, അങ്ങനെ 5 ഗ്ലാസ്. അപ്പോൾ നിങ്ങൾ 4 ഗ്ലാസ് കൊണ്ടൊക്കെ ഉണ്ടാക്കുക, അതിനനുസരിച്ചിട്ട് വെള്ളം വെക്കണം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, ഈ കണക്കിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇപ്പോൾ ആ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ, വെള്ളം അത് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇത് തിളപ്പിച്ച് ആൾറെഡി എളുപ്പത്തിന് വേണ്ടി തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 5 ഗ്ലാസ് വെള്ളം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ആവശ്യമുള്ള ഉപ്പിട്ടു. നല്ലപോലെ ഇളക്കുക. ഉപ്പ് ഇടത്തും പിടിക്കണ്ടേ, നല്ലപോലെ ഇളക്കണം. ഇപ്പോൾ കണ്ടോ, നല്ല തിളച്ച് വന്നു. വെജിറ്റബിളും വെള്ളം എല്ലാം കൂടെ നല്ല തിളച്ച് വന്നു. ഈ സമയത്ത് അരി ഇടാം. അരി കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ കുറേ നേരം മുമ്പ്. അരി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക.
ഇളക്കി കായ്കറികളും മസാലയും അരിയും എല്ലാം കൂടി നല്ല യോജിപ്പിക്കുക ഇളക്കിയിട്ട്. ഇപ്പോൾ എല്ലാം ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് കുക്കർ ലോക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുക്കർ അടയ്ക്കാം. ഒരു മീഡിയം ഇതിൽ വെച്ചാൽ മതി. ഇതിൽ വെയിറ്റ് ഇടാം. വെയിറ്റ് ഇട്ടു. ഇനിയിപ്പോൾ ഇതിൽ ഒരേ ഒരു വിസിൽ കൊടുത്താൽ മതി. ഒറ്റ വിസിൽ കറക്റ്റായിരിക്കും. ഒരു വിസിൽ വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു. ഗ്യാസ് ഞാൻ ഓഫാക്കി. ഇനി നമ്മൾ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിക്ക് ഒരു സൈഡ് ഡിഷ് വേണ്ടേ? ഒരു സ്വാദിഷ്ടമായ സൈഡ് ഡിഷ് ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ഇത് ഉള്ളി പൊടിയായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കട്ടിയായിട്ടുള്ള തൈര് ഒഴിക്കണം. അപ്പോൾ കട്ടിയായിട്ടുള്ള തൈര് ഒഴിച്ചു. ഇനി വേണ്ടത് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ ലെവലായിട്ട് പുരട്ടി വയ്ക്കാം. ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ സൈഡ് ഡിഷ് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഏകദേശം ഒരു 4 മണിക്കൂർ മുമ്പേ റെഡിയാക്കി വയ്ക്കണം. എന്നാലേ സ്വാദുണ്ടാവുള്ളൂ. ഈ വെങ്കായം ഉള്ളിയൊക്കെ അതിൽ ഊറണ്ടേ. 4 മണിക്കൂർ മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഇപ്പം നമുക്ക് സ്റ്റീം പോയോന്ന് നോക്കാം. പോയി സ്റ്റീമെല്ലാം പോയി. ഇനി തുറന്ന് നോക്കാം. ഇതിലേക്ക് ഇത് ഓപ്ഷനാണ്. വേണമെന്ന് ഒഴിക്കാം, ഇതിലേക്ക് വേണ്ട. ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കാം. അത് അത്യാവശ്യമില്ല. വേണമെങ്കിൽ ഒഴിക്കാം, വേണമെങ്കിൽ വേണ്ട. ഇത് ഇളക്കി യോജിപ്പിക്കാം. ബിരിയാണി റെഡിയായി. നല്ല വാസന വരുന്നുണ്ട്. നല്ല വാസന, സൂപ്പർ വാസന. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് സൈഡ് ഡിഷ് നമ്മളുണ്ടാക്കി വെച്ച റൈത്ത. നല്ല ഊറിയിട്ടുണ്ട്. 4 മണിക്കൂറായി ഉണ്ടാക്കി വെച്ചിട്ട്. ഇപ്പോൾ ബിരിയാണി റെഡിയായി. കഴിക്കാൻ റെഡിയാണ്. ഇപ്പോൾ
നിങ്ങൾ വീട്ടിലും ചെയ്ത് നോക്കിയിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് രുചിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. അതൊരു അപേക്ഷയാണ്. പിന്നെ ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനി വേറൊരു ഡിഷോടെ ഇനി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും സീതാദേവി, ചെന്നൈ. താങ്ക് യു.